ഹലോ സുത്തുമണീസ്. അപ്പോൾ ഇതാ രാവിലെ എണിച്ചതും ടൈം നോക്കുമ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ജനലിൻ്റെ കർട്ടനുകളെല്ലാം ഒന്ന് മാറ്റി ഒന്ന് പുറത്തേക്ക് നോക്കി, വെളിച്ചെല്ലാം അകത്തേക്ക് കടന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് കർട്ടനുകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇട്ടീന് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ പുറത്ത് പോയിട്ട് കുറച്ച് നേരം നിന്നിന് കേട്ടോ. 5 മിനിറ്റിൻ്റെ കൂടുതൽ പുറത്ത് നിൽക്കാനാവില്ല, അമ്മാതിരി തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ അത്രക്കും തണുപ്പാണ്. മഞ്ഞൊന്നുമില്ല, പക്ഷെ തണുപ്പ് ജാസ്തിയാണ് കേട്ടോ. പിന്നെ ഇതാ അതിന് ശേഷം അടുക്കളയ്ക്ക് പോയിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചിട്ടാണ്. ആദ്യം ചായ കുടിച്ചിട്ട് എന്ത് പണിയും തുടങ്ങാനൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചായ ഇട്ട് കുടിച്ച് അവിടെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഉമ്മ ദോശ ചൂടാനായിട്ട് നിന്ന് കേട്ടോ. നീരുദോശയും പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ഇറച്ചിക്കറി ബാക്കിയുണ്ടായി, അപ്പോൾ അത് ചൂടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഉപ്പാക്ക് തോട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടിഫിനിൽ ദോശ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു 4 ദോശ ഇട്ട് പിന്നെ കറിയെല്ലാം ഒഴിച്ച് അങ്ങനെ ഉപ്പാൻ്റെ ടിഫിന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അത് കഴിയുമ്പോൾ ദോശ ചുടുമ്പോഴത്തേന് ഞാൻ പോയിട്ട് മിറ്റടിച്ച് വരാൻ പോയി കേട്ടോ. മിറ്റടിച്ച് വരുമ്പോൾ എന്നാട്ടി മുന്നേ തന്നെ എൻ്റെ മോളെ എണിച്ച് വന്നിട്ടുണ്ട്. പിന്നെ മിറ്റടിച്ചൊരെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഓല കൊത്തിയിട്ടിട്ടുണ്ടായി, അപ്പോൾ അത് ഉമ്മ ചൂലാക്കാൻ വേണ്ടിയിട്ട് വീളെടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പച്ചക്കറീൻ്റെ ഭാഗത്തേക്കൊന്ന് പോയിട്ടുണ്ടായി. ഉമ്മ ഇതാ ഇതിൽ പച്ചക്കറി എല്ലാം നട്ടുകൊടുത്തേന് കേട്ടോ. തക്കാളി, പയർ, ചെട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉമ്മ നട്ടുകൊടുത്തേന്. അപ്പോൾ അതിലെല്ലാം ഒന്ന് പോയിട്ട് വന്ന് പിന്നെ ഇതാ അടുക്കള ഭാഗത്ത് കുറച്ച് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായി. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇന്നലെ പൊതിച്ച തേങ്ങൻ്റെ എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിട്ടോ രാത്രി. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അവിടെയുള്ള സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിന് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ ഉപ്പാൻ്റെ ഫ്രണ്ട് മാലിട്ടിട്ട് മലക്ക് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊടുന്ന സാധനങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ടായിന്, ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിലിതാ ഔലി, പൊരി, പിന്നെ അതുപോലെ തന്നെ നെയ്യ്, പിന്നെ അലുവ, പിന്നെ ഇതാ ഈ ഒരു സാധനം ആർക്കാലും ഇഷ്ടമല്ലാത്തത്, പായസം. അവിടുന്ന് കിട്ടുന്ന പായസമാണ് കേട്ടോ. അപ്പോൾ ചെറുതിലുണ്ടാകുമ്പോൾ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സുകളെല്ലാം കൊടുത്തിട്ടുന്നതിന്